ഹലോ ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനൽ ശാന്തിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പുളിയിഞ്ചി ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ കർക്കിടക മാസമല്ലേ, പച്ചക്കറികളൊക്കെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ പുളിയിഞ്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ച് പുളിയിഞ്ചി ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കണേന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. സ്റ്റൗ കത്തിച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. എല്ലാം കൂടി ഇട്ട് വഴറ്റാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ചട്ടി ചൂടായി കഴിഞ്ഞിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇഞ്ചി നല്ലോണം കൊത്തി അരിഞ്ഞ് ഗ്രേറ്റ് ഒക്കെ ചെയ്ത് ഞാൻ വെള്ളത്തിലിട്ട് അതിൻ്റെ കാരമെല്ലാം കളഞ്ഞു വെച്ചിരിക്കുവാണേ. അതിൻ്റെ കാരം കളയണം. വെള്ളത്തിൽ 2-3 പ്രാവശ്യം ഇട്ട് കഴുകി പിഴിഞ്ഞെടുക്കണം. ഇത് എന്നാലേ അതിൻ്റെ കാരം ഉണ്ടാവും, കുത്തും. നമുക്കപ്പോൾ ഭയങ്കര കുത്തലായിരിക്കും ഈ ഇഞ്ചിക്കറി കഴിക്കുമ്പോൾ. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് പിഴിഞ്ഞൊക്കെ എടുത്ത് വെച്ചിരിക്കുവാണേ. അപ്പോൾ നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്, ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടിക്കോട്ടെ. കടുക് പൊട്ടി വരുന്നുണ്ട്. രണ്ട് മൂന്ന് ഉലുവ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ വെളുത്തുള്ളിയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പില എല്ലാം കൂടിയിട്ട് വഴറ്റാം കേട്ടോ. ബ്രൗൺ കളറാവണം വഴറ്റിയിട്ട്. നല്ലോണം വഴന്ന് കഴിയുമ്പോൾ കുറച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ച് ശർക്കര ഇട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്കിത് വഴന്ന് കിട്ടാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് നല്ലോണം വഴന്നിട്ട് നമുക്ക് ഇതിനകത്ത് മുളക് പൊടി ഇട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നല്ല മഴയാണ് ഇവിടെ, എല്ലായിടത്തും മഴയാണ്. എന്നാലും ഭയങ്കര മഴയും തണുപ്പും. ഇവിടെ കുറച്ച് തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണ്. ഒന്ന് വഴന്ന് വരട്ടെ. നല്ലോണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തെടുത്താണ് ഞാൻ, കൊത്തി അരിഞ്ഞതല്ല, ഗ്രേറ്റ് ചെയ്ത് വെള്ളത്തിലിട്ട് അതിൻ്റെ കാരം എല്ലാം കളഞ്ഞിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കടുക് വറുത്ത് അതിനകത്തേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ചുവന്നുള്ളി എല്ലാം കൂടി ഇട്ട് വഴറ്റാം. നമുക്കൊരു ബ്രൗൺ കളറാകുമ്പോൾ വഴറ്റിൽ നിർത്താം. ബ്രൗൺ കളറായിക്കോട്ടെ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുളിയിഞ്ചിയാണ് ഇത് കേട്ടോ.
തേങ്ങയൊന്നും ചേർക്കാത്ത ഒരു പുളിയിഞ്ചി. ഇതൊന്ന് വഴന്നോട്ടെ, നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പം ഇത് വഴന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ കർക്കിടക മാസമല്ലേ, നമുക്ക് പച്ചക്കറികളാണ് അധികം കഴിക്കേണ്ടത്. ഇലവർഗ്ഗങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക. കറിയൊക്കെ പച്ചക്കറികൾ ഉപയോഗിക്കുക. മീൻ, മുട്ട, മാംസം ഇതെല്ലാം നിർത്തി വയ്ക്കുക. ഒരു 10-15 ദിവസം നമുക്ക് മരുന്ന് കഴിഞ്ഞ് കുടിച്ച് ഇങ്ങനെ പോകാം. സ്റ്റവ് ഒന്ന് താത്തി വയ്ക്കുവാണ്. ഇപ്പം എല്ലാം മൂത്തിട്ടുണ്ട്, നല്ലോണം മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് എന്താ? മുളക് പൊടി 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ മല്ലിപ്പൊടി ഒന്നും ചേർക്കണ്ട കേട്ടോ. മല്ലിപ്പൊടി ചേർത്താൽ ഇത്തിരി ഇരുന്നാൽ അത് വളിച്ചു പോകും. അതുകൊണ്ടാണ് മല്ലിപ്പൊടി വേണ്ടെന്ന് പറയുന്നത്. പിന്നെ കുറച്ച് ഉലുവ കായപ്പൊടി ചേർക്കാം. കുറച്ച് കായപ്പൊടി, കുറച്ച് ഉലുവയുടെ പൊടി. ഉലുവയുടെ പൊടി കുറച്ച് മതി, കഴിക്കും. നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. എല്ലാം നല്ല മൂത്ത് ഇതായിട്ടുണ്ട്. ഇപ്പോൾ പച്ചമണം എല്ലാം പോയി. നമ്മുടെ ഇഞ്ചി നല്ലോണം മൂത്തിട്ടുണ്ട്. അപ്പോൾ മുളക് പൊടി എല്ലാം ഇട്ട് മൂത്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് അരിച്ചെടുക്കുക. മണ്ണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ്. ഒന്ന് അരിച്ചെടുക്കണം നമുക്ക്. വീഡിയോ കാണുന്നവരെനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണേ. നിങ്ങളുടെ സഹകരണം ഇല്ലാണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ്. അപ്പം എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഉപ്പാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുളിയിഞ്ചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്ന് ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് എന്താണ്? ശർക്കര. ഒരുണ്ട ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഇതിൽ കിടന്ന് ഉരുക്കിക്കോട്ടെ കേട്ടോ. നല്ലോണം ഉരുകി എല്ലാം റെഡി ആകുമ്പോഴേക്കും പുളിയിഞ്ചി ഒന്ന് കുറുകി വരും.
ഒന്ന് കുറുകി വരട്ടെ, നമുക്കൊന്ന് വെയിറ്റ്. അപ്പം ഈ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഈ പുളിയിഞ്ചി ഇങ്ങനെ എടുത്ത് വറുത്ത് മിക്സിയിൽ അരച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. തേങ്ങയൊന്നും ചേർക്കണ്ട അതിന്. ഇത് നല്ലോണം മൂത്ത് കഴിയുമ്പോൾ മിക്സിയിൽ അടിച്ചിട്ട് പുളിയും പിഴിഞ്ഞ് ശർക്കര നീരും ഒഴിച്ച് ഇങ്ങനെ തിളപ്പിച്ചെടുത്തിട്ട് എടുക്കുക, കടുകും പൊട്ടിച്ച്. അതൊന്ന് ചെയ്യാം. അപ്പം എളുപ്പം ഏതാണെന്ന് വെച്ചാൽ അത് ചെയ്യാം. പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. പുളിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ഞാനപ്പോൾ സ്റ്റൗ ഓഫാക്കുവാണ് കേട്ടോ. നമുക്കിത് പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. നമ്മുടെ പുളിയിഞ്ചി കണ്ടല്ലോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റിയാണിത്. പുളിയും ഉപ്പും ശർക്കരയും എല്ലാം കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. പുളിയിഞ്ചി എന്നാണ് ഇതിന് പറയാറ്. ചിലർ എള്ളൊക്കെ വറുത്ത് ചേർക്കാറുണ്ട്. വറുത്ത് അതിന് മിക്സിയിൽ അരച്ച് ചേർക്കും. അപ്പോൾ കുറച്ചും കൂടി കറുത്തിരിക്കും. അപ്പം ഞാനതൊന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു പുളിയിഞ്ചിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനൊപ്പം എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം അടുത്ത വീഡിയോ വരേക്കും ബൈ.